കൂരിയാട് വീണ്ടും ദേശീയപാത പൊളിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് വീണു. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി സമീർ ബിൻ കരീം ചേർന്നു. സമീർ, എപ്പോഴാണ് ഈ സർവീസ് റോഡിലേക്ക് പാർശ്വഭിത്തി തകർന്നു വീണെന്ന് പറയുന്നത്? കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ തകർന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തകർന്നിരിക്കുന്ന ഭാഗത്താണ്. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഈ പ്രധാന റോഡിന്റെ പാർശ്വഭിത്തിയും ഈ കല്ലും മണ്ണും എല്ലാം തന്നെ ഈ സർവീസ് റോഡിലേക്ക് തകർന്നു വീണിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മുകളിൽ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിന് താഴ്ഭാഗത്തുള്ള മണ്ണും കല്ലും എല്ലാം ഈ സർവീസ് റോഡിലേക്ക് പതിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ സർവീസ് റോഡ് കൂടുതലായി ഈ വിള്ളൽ വീഴുകയും അത് ചെരിയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സമീപത്തെ ഒരു പാടമാണ്. ഈ പാടത്തേക്ക് സർവീസ് റോഡ് കൂടുതൽ തള്ളി നീങ്ങിയതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ മണ്ണൊക്കെ തന്നെ പാടത്തെ മണ്ണൊക്കെ തന്നെ ഒരല്പം കൂടി ഉയർന്നതായും അല്പം നീങ്ങിയതായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ അപകടം സംഭവിച്ച ആ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 50 മീറ്റർ മാത്രം അകലെ തൊട്ടടുത്താണ് ഇത്രയും വലിയൊരു അപകടം വീണ്ടും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിലായിരിക്കാം ഇത്തരമൊരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് ഈ ഭാഗത്തേക്കൊക്കെ തന്നെയുള്ള റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്കുള്ള സഞ്ചാരം നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളപായം ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായി തന്നെ പറയാൻ കഴിയും. കാരണം നേരത്തെ തന്നെ അപകടം ഉണ്ടായ സമയത്ത് കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ഘട്ടമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ആളുകളെ റോഡെല്ലാം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതെല്ലാം തന്നെ അടർന്നു വീണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സർവീസ് റോഡിന്റെ ഈ കോൺക്രീറ്റ് ഭിത്തികളും എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായ നിലയിലാണ്. ഏതായാലും ഈ കൂരിയാട് റോഡ് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ശക്തമായ മഴയും ഒക്കെ തന്നെ ആയതുമൂലം ഈ വെള്ളം ഇറങ്ങി കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വിവിധ സംഘങ്ങളൊക്കെ തന്നെ ഇവിടെ പരിശോധന നടത്തി പോയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോഴത്തെ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അശാസ്ത്രീയ നിർമ്മാണം തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇനിയും കൂടുതൽ ഭാഗങ്ങൾ ഒരുപക്ഷെ ഇടിയാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ വളരെയേറെ ഉയരത്തിൽ പോകുന്ന ഈ പ്രധാന റോഡിന്റെ ഒരു സൈഡെല്ലാം തന്നെ കൂടുതൽ സർവീസ് റോഡിലേക്ക് ഇങ്ങനെ താഴ്ഭാഗമൊക്കെ തന്നെ തള്ളി നിൽക്കുന്ന നിലയിലാണ്. ഒരു പക്ഷേ മഴയുമൊക്കെ തന്നെ കൂടുകയാണെങ്കിൽ ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഒക്കെ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്ന സമയത്തുള്ള ഒരു സാഹചര്യവും ഒരവസ്ഥയുമല്ല ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം സർവീസ് റോഡ് കൂടുതൽ ഇടിഞ്ഞിരിക്കുന്നു, പ്രധാന റോഡും കൂടുതൽ ഇടിഞ്ഞിരിക്കുന്നു, സർവീസ് റോഡ് കൂടുതൽ ഈ സമീപത്തെ പാടശേഖരത്തിലേക്ക് കൂടുതൽ തള്ളി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴ ഒരുപക്ഷെ അല്പം കൂടുകയാണെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. നേരത്തെ അപകടം ഉണ്ടായ പിന്നാലെ വലിയ തരത്തിലുള്ള പരിശോധനയും ഒക്കെ തന്നെ ഇവിടെ പുരോഗമിച്ചു വരികയാണ്. അതിനിടയിലാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒക്കെ തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തി. ഇന്ന് അതുമായി ബന്ധപ്പെട്ട യോഗം നടക്കാനിരിക്കുകയാണ്. കൂടുതൽ ഈ റോഡ് അപകടത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ ഉൾഭാഗമൊക്കെ തന്നെ അടർന്നിരിക്കുകയാണ്. ഇതിന്റെ സമീപത്തുള്ള ഭാഗവും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ കൂടുതൽ ഇങ്ങോട്ടേക്ക് തകർന്നു വീഴാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ കട്ടകളൊക്കെ തന്നെ അതിന്റെ ലോക്കെല്ലാം തന്നെ വേർപെട്ട നിലയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം. അതുകൊണ്ട് അടുത്ത മഴയിലോ ഒക്കെ തന്നെ ഒരുപക്ഷെ ഇങ്ങനെ കൂടുതൽ തകരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം സമീർ ബിൻ കരീമാണ് കൂരിയാട് നിന്ന് ചേർന്നത്. അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായി എന്ന വാർത്തയാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വരുന്നത്.